നമസ്കാരം. അപ്പോഴേ പറഞ്ഞില്ലേ കുത്തല്ലേ കുത്തല്ലേന്ന്, UDF-ന് കുത്തല്ലേ കുത്തല്ലേന്ന്. എന്തായാലും ഞാൻ വലിയ സന്തോഷത്തിലാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, UDF-ന് കുത്താൻ പറഞ്ഞതിൽ ഞാനില്ല. അതുകൊണ്ട് വളരെ വളരെ സന്തോഷത്തിലാണ്. ഈ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF സർക്കാരിനെതിരെ പലരും പല വിമർശനങ്ങൾ ഉന്നയിച്ചൊക്കെ നമ്മൾ കണ്ടു. LDF ആയിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന കാഴ്ച പലരും കേട്ടു. പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ മുങ്ങിത്താഴില്ലായിരുന്നു എന്ന് പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പിണറായിയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രളയക്കെടുതി ഉണ്ടായപ്പോൾ ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചിരുന്നു മോനെ എന്ന് പറയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അല്ലെ. ദുരിതാശ്വാസ ക്യാമ്പിൽ വേണ്ട ഫുഡില്ല, വേണ്ട രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഞങ്ങളെ കൊല്ലുവോ എന്ന് ചോദിക്കുന്ന പല പ്രതികരണങ്ങൾ നമ്മൾ VD സതീശന്റെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഹെലികോപ്റ്ററിൽ അമ്മായപ്പനെ കാണാൻ പോയ മുഖ്യമന്ത്രിയെയും ഒപ്പം യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ പോയി ഈ അറിയാലോ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയെയും ഒപ്പം എന്താണ് സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്ത് നടന്ന മുഖ്യമന്ത്രിയൊക്കെ നമ്മൾ കണ്ടു. ആരിലൂടെ കണ്ടു? VD സതീശനിലൂടെ കണ്ടു. ഇന്നലെ ഒരു വാർത്താ സമ്മേളനവും നടത്തി. ആ വാർത്താ സമ്മേളനത്തിൽ എന്റെ പൊന്നു ഒന്നും പറയണ്ട, ന്യായീകരിക്കാനിരിക്കുന്ന നമ്മുടെ ഈ UDF-ന്റെ സൈബർ സംഘങ്ങൾക്കുള്ള ക്യാപ്സ്യൂളുകൾ ഇത് ഇങ്ങനെ വാരി വിതറുകയായിരുന്നു VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങൾക്കെതിരെയും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ സത്യത്തിൽ പോരാളി വാസു നീ മരിച്ചു എന്ന് പറയാനാണ് എനിക്ക് തോന്നിയത്. പോരാളി വാസു നിനക്കും മേലെയാണടാ VD സതീശൻ എന്ന് പറഞ്ഞു പോയി. കാരണം എനിക്ക് തോന്നിയത് ഈ പോരാളി വാസു എന്ന് പറയുന്നത് VD സതീശൻ തന്നെയാണോ, വടശ്ശേരി ദാമോദര മേനോൻ തന്നെയാണോ എന്ന് പോലും തോന്നിപ്പോയെന്നേ. കാരണം അത്രത്തോളം രീതിയിലുള്ള പല ക്യാപ്സ്യൂളുകളുമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഇറക്കിയത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ നോക്കിയപ്പോൾ ഡോക്ടർ ഷിംന അസീസ് കുറിച്ചൊരു പോസ്റ്റ് ഉണ്ട്, അതൊന്ന് വായിക്കാൻ രസകരമാണ്. എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? മുൻകാലങ്ങളിൽ പ്രളയ ദുരിതാശ്വാസം ഏകോപിപ്പിച്ചിരുന്ന ചാനൽ വാർത്തകൾ മുഴുവൻ അമ്മായി അപ്പനും ആവോലിയും. മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യം പോലും മുഖ്യമന്ത്രി കൃത്യമായി അഡ്രസ് ചെയ്യുന്നില്ല. വലിയ വായിൽ ചിരിച്ചു പരിഹസിക്കുകയാണ്. സ്വകാര്യ കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് അടുത്തുള്ള പ്രളയം ബാധിച്ച് മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാത്തത് ചോദ്യം ചെയ്ത പത്രക്കാരനെ വരെ അവഹേളിക്കുകയാണ്. എന്നിട്ട് ആ ക്ലാസിക് പൂക്കി ചിരിയും. ചക്ക എന്ന് ചോദിച്ചാൽ മത്തയില തോരന്റെ റെസിപ്പിയാണ് ഉത്തരം. എന്ത് ചോദിച്ചാലും ചിരിച്ചാൽ മതിയോ? നാളെ തൊട്ട് നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്നൊരു ചോദ്യം അലയടിച്ചിരുന്നു കേരളത്തിൽ. അന്ന് തന്ന ധൈര്യം 2018-19 പ്രളയത്തിൽ നേരിട്ടിറങ്ങി പ്രവർത്തിച്ച ആളെന്ന നിലയിൽ കൃത്യമായി അറിയാം. അമ്മാതിരി ടീം വർക്ക് ആയിരുന്നു. അന്നും പറന്നിരുന്നു ഹെലികോപ്റ്റർ. അതിനകത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ദുരിതാശ്വാസ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഒന്നിച്ചുണ്ടായിരുന്നു. നാട് മുഴുവൻ ഒറ്റ ശബ്ദമായി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്ന് VD സതീശനെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഇപ്പോ ഈ പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ ഏത് രീതിയിലാണ് ന്യായീകരണങ്ങൾ? അതെ, ഇതൊക്കെ PR വർക്കാണ് കേട്ടോ. PR വർക്കാണ് പ്രതിപക്ഷത്തിന്റെ എന്നാണ് പറയുന്നത്. മാത്രമല്ല, അന്ന് പിണറായി വിജയനെ പറ്റി പലരും ഈ വലിയ പ്രളയക്കെടുതി സംഭവിച്ചപ്പോൾ ഈ നാടിനെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിന്നില്ലേ എന്നൊക്കെ പറയുന്നത് ഒരു PR വർക്കായിരുന്നു എന്നാണ് പറയുന്നത്. എടോ, ഇവിടെ വലിയ മഹാപ്രളയം സംഭവിച്ചപ്പോഴും ഇവിടെ എത്ര ജീവൻ നഷ്ടപ്പെട്ടു മിസ്റ്റർ VD സതീശൻ? ഒരു മുഖ്യമന്ത്രി അങ്ങ് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ഈ ദുരന്തബാധിതരെ രക്ഷിക്കുന്നതിനൊക്കെ വേണ്ടി പല ഏകോപനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന ഉത്തമ ബോധ്യത്തോടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് അന്നും ഈ ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം. ചികിത്സ പോലും മാറ്റിവെച്ചായിരുന്നു അദ്ദേഹം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അതൊക്കെ PR വർക്കായിരുന്നു എന്ന് VD സതീശനും VD സതീശന്റെ ശിങ്കിടികളും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴും പ്രതിപക്ഷത്ത് തന്നെയാണ് എന്നേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നമുക്ക് ഒരുമിച്ചിറങ്ങാമെന്ന് പറയുമ്പോഴും VD സതീശൻ എന്തുകൊണ്ട് അത് പറയാൻ കഴിയുന്നില്ല എന്ന കാര്യം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഹെലികോപ്റ്ററിൽ യാത്ര നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ യാത്ര നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപ പോലും സർക്കാരിന് നഷ്ടമില്ല എന്നാണ് പറയുന്നത്. എന്ത് രീതിയിലുള്ള ക്യാപ്സ്യൂളാണല്ലേ. ഞാൻ ഒരിക്കലും പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ യാത്ര നടത്തിയതിന് വിമർശിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മാധ്യമങ്ങളിലൊക്കെ അന്ന് ഇദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആരെയാണ് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ഈ മണ്ടനാക്കാൻ ശ്രമം നടത്തുന്നത്? നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകൂ എന്നുള്ള സത്യം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാ വാർത്താ സമ്മേളനങ്ങൾക്കും വന്നിരുന്ന് ന്യായീകരണം ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രീതിയിലുള്ള വ്യക്തമായ ഉത്തരം താങ്കൾക്ക് നൽകാൻ കഴിയുന്നുണ്ടോ? ഈ മഹാപ്രളയം സംഭവിച്ച് നാട് മുഴുവൻ മുങ്ങിക്കിടന്നപ്പോൾ ഒരു വാർത്താ സമ്മേളനം പോലും നമ്മുടെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തി നമ്മൾ കണ്ടോ? ഇല്ല. വലിയ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്നപ്പോൾ ഇന്നലെയാണ് വാർത്താ സമ്മേളനം നടത്തിയത്. എന്നിട്ട് ആ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞോ? ഇല്ല.
അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യം എന്ത്, അദ്ദേഹം തിരിച്ചു നൽകുന്ന മറുപടി എന്ത്? ചോദിക്കുന്ന ചോദ്യത്തിനല്ല അദ്ദേഹം മറുപടി നൽകുന്നത്. അപ്പൊ ഉത്തരം കിട്ടാതാകുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ഇതല്ലല്ലോ ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങൾക്ക് ഉള്ള ഉത്തരം തരാൻ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ്? എല്ലാവരും ഒരുമിച്ച് ചോദിക്കല്ലേ, എനിക്കിത് മുഴുവൻ ഇങ്ങനെ ചോദ്യങ്ങൾ കേട്ടിട്ട് എല്ലാത്തിനും ഉത്തരം പറയാൻ കഴിയുന്നില്ല, ഭയങ്കര നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ, ഈ ദേശാഭിമാനിയും ഈ കൈരളിയും ഒക്കെ ഈ എന്റെ ഈ വാർത്താ സമ്മേളനം കുളമാക്കല്ലേ എന്നാണ് പറയുന്നത്. അതെ, നിങ്ങൾ കുളമാക്കല്ലേ കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. പുള്ളി ഒരു വിധത്തിൽ നുണയൊക്കെ പറഞ്ഞ് യൂട്ടേണിയൊക്കെ നടത്തി ന്യായീകരിച്ച് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കല്ലേ. മൂപ്പർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് കേട്ടോ മിസ്റ്റർ മുഖ്യമന്ത്രി, എല്ലാം കാണുന്നുണ്ട്. നമ്മളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അലേർട്ടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് കാര്യങ്ങൾ, വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ താങ്കളുടെ വായിൽ നിന്ന് കേൾക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഒന്നും കേട്ടില്ല എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ ഈ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പൊക്കെ പുറത്തുവിട്ടിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അല്ലെ. പക്ഷെ ആ എന്തായിരുന്നു, ഏതായിരുന്നു ആ സമയത്തെ നിറം, പച്ചയായിരുന്നു, ചുവപ്പായിരുന്നു, ഓറഞ്ച് ആയിരുന്നു എന്നൊന്നും പറയാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞില്ല. അതിന്റെ അനാസ്ഥ മൂലമാണ് ഇപ്പോൾ നാട് മുങ്ങിയേക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പരാതികളും ഉയർന്നു കേൾക്കുന്നുണ്ട്. കേരളത്തിൽ മഹാപ്രളയം സംഭവിക്കുമ്പോൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ഒരാളെ കാണാൻ പോയിരുന്നു, ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ആരായിട്ടാണ് മീറ്റിംഗ് നടത്തിയത്? ആരായിട്ടാണ്? അത് പറയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അപ്പൊ എന്ത് കാര്യം ചോദിച്ചാലും ഇങ്ങനെ ന്യായീകരണങ്ങൾ ഇറക്കുന്ന, യൂട്ടേൺ അടി നടത്തുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം കാണുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായി കാണില്ല, ഉറപ്പാണ്. ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായി കാണില്ല. ഒരു നാട് മുങ്ങുമ്പോൾ ഇങ്ങനെ വീണ വായിക്കുന്ന, പുര കത്തുമ്പോൾ ഇങ്ങനെ വാഴ വെട്ടുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇതുവരെ കണ്ടു കാണില്ല, ഇനി കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്ത് കാര്യം ചോദിച്ചാലും ഒരു കാര്യത്തിലും വ്യക്തമായിട്ടുള്ള മറുപടി ഇദ്ദേഹത്തിന് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഈ സമയത്തും ഇദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ വാർത്താ സമ്മേളനത്തിനിടെ ഇദ്ദേഹം രാഷ്ട്രീയം പറയുകയാണ്, പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് ഇദ്ദേഹമായിരുന്നു ഈ നാടിന്റെ യഥാർത്ഥ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അസഹിഷ്ണുത പൂണ്ട വി.ഡി. സതീശൻ ഇന്നലെ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വലിയ രീതിയിൽ തന്നെ അധിക്ഷേപിക്കുകയും വലിയ രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാനും ഒക്കെ ശ്രമം നടത്തുകയാണ്. പ്രവൃത്തിയിലൂടെയാണ് മിസ്റ്റർ വി.ഡി. സതീശൻ ജനങ്ങളുടെ മനസ്സ് കീഴടക്കേണ്ടത്. കുറെ PR വർക്ക് ചെയ്തതുകൊണ്ടോ കുറെ രീതിയിൽ നീലക്കുയിലൊക്കെ തെക്കോട്ടും വടക്കോട്ടും നടന്ന് 4 ശീതിരിച്ചുകൊണ്ടൊന്നും ആയില്ല എന്നുള്ളതാണ്. ഒരുപാട് നാള് ആളുകളെ പറ്റിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ എന്നൊക്കെ വിചാരിച്ചു നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ കുറെ ആളുകളൊക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ്. എല്ലാ കാലത്തും ഗീബൽസ്യൻ തന്ത്രങ്ങൾ ഇറക്കി ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരിക്കുന്നെങ്കിൽ അതും വെറും തോന്നലാണ്. ഒരു കള്ളം സത്യം എന്ന രീതിയിൽ നിരവധി തവണ പറഞ്ഞ് കുറെ നാളൊക്കെ നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നുണ്ടാവും. പക്ഷെ അതും കുറച്ച് നാൾ കഴിയുമ്പോൾ തകർന്നു വീഴും. അതല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പെരുമഴക്കാലം കൊണ്ട് പൊളിഞ്ഞു വീണില്ലേ നിങ്ങളുടെ PR വർക്ക്? ഒരു പെരുമഴക്കാലം കൊണ്ട് ജനം തിരിച്ചറിഞ്ഞില്ലേ നിങ്ങൾ ആരാണെന്ന്? ഒരു പെരുമഴക്കാലം കൊണ്ട് ഈ സർക്കാരാണോ ആ സർക്കാരാണോ റിയൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ജനകീയ സർക്കാർ എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയില്ലേ? നോക്കൂ, സമൂഹ മാധ്യമങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ ഒക്കെ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അമരം സിനിമയുടെ ഇനി വല്ല 4K വേർഷൻ വരുന്നുണ്ടോന്ന് പോലും തോന്നിപ്പോയി. കാരണം എന്ത് ജാതി ഈ ഫോട്ടോഷൂട്ടും എന്ത് ജാതി PR ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഫോട്ടോഷൂട്ടും PR നടത്താൻ വേണ്ടിയാണോ പൊതുവെ ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്? എന്തിനാണ് ഈ ചിത്രങ്ങളൊക്കെ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നത്? നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നിങ്ങൾ തന്നെയാണ് സത്യത്തിൽ പരിഹാസരായി മാറുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ്. പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ പൂക്കി മുഖ്യമന്ത്രിയുടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ വിമർശിക്കുന്നവർ മുഴുവൻ കമ്മികളാണ് കേട്ടോ. എന്താണല്ലേ വന്ന് ശബ്ദമുയർത്തുന്ന, എതിർ ശബ്ദമുയർത്തുന്ന, വിമർശിക്കുന്നവരൊക്കെ കമ്മികളായി മാറുന്ന ഒരു കാലഘട്ടം. എന്തായാലും സത്യം പറയുന്നവരൊക്കെ കമ്മികളാണെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.